പാകിസ്ഥാൻ അയച്ച മീഡിയം ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്ത വീഡിയോ അടുത്തിടെ ഇന്റർനെറ്റ് മുഴുവനും വൈറലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ റിലീസായ വീഡിയോ ആരംഭത്തിൽ നമുക്ക് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ അവരുടെ ന്യൂക്ലിയർ കാപ്പബിൾ മിസൈലായ ഷഹീം ഇന്ത്യക്കെതിരെ അയച്ചിട്ടുണ്ട്. ആ ഒരു മിസൈലിനെ ഞങ്ങൾ വിജയകരമായി S-400 ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞു. ഈ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായും ഇതൊരു പാകിസ്ഥാനി ICBM അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് വേണമെങ്കിലും പറയാം. പാകിസ്ഥാൻസിന്റെ പക്കൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അതിൽ ഒന്നിനെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇന്റർസെപ്ഷനെ കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഷഹീം എന്ന ഈ ഒരു മിസൈൽ പാകിസ്ഥാന്റെ പക്കലുള്ള വളരെ പ്രധാനപ്പെട്ട മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. അവരുടെ അണുവായുധങ്ങളെ എല്ലാം വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു പ്രൈമറി പ്ലാറ്റ്ഫോമാണ് ഷഹീം. ഈ ഷഹീമിൽ 1, 2, 3 എന്ന 3 വകഭേദമുണ്ട്. ഷഹീമിന്റെ ഏറ്റവും മികച്ച ഒരു സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത് ഇത് ലോഞ്ച് ചെയ്യുന്നത് WS-21 TEL എന്ന് പറയപ്പെടുന്ന ഒരു ട്രക്കിൽ നിന്നാണ്. ഈ ട്രക്ക് ചൈനക്കാർ പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. ഈ ട്രക്കിൽ നിന്നുകൊണ്ട് ഈ മിസൈലിനെ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ലോഞ്ച് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ട്രക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മിസൈലിനെ നമുക്ക് ചലിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഒരു സ്ഥലത്ത് മാത്രം ഈ മിസൈലിനെ വയ്ക്കണം എന്നൊരു ആവശ്യം പാകിസ്ഥാന് ഇല്ല. ഒരു സംഘർഷ സാഹചര്യത്തിൽ അവരുടെ സംഭരണ ബേസിലുള്ള ഈ മിസൈലുകളെ എടുത്തുകൊണ്ടുവന്ന് അവരുടെ മുഴുവൻ രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ രാജ്യത്തെ തന്നെ ഒരു വ്യോമ താവളമായി പ്രയോജനപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കും. ഈ ലോഞ്ചർ സത്യത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് ശത്രുക്കളെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. ഇതാണ് ഈ ലോഞ്ചറിന്റെ ഒരു സവിശേഷത. ഈ ലോഞ്ചർ നൽകിയത് ചൈനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷഹീമിൽ പാകിസ്ഥാൻസ് ചെയ്തത് കൺവെൻഷണൽ വാർഹെഡ് അതിൽ ഘടിപ്പിച്ചു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഫസ്റ്റ് യൂസ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് യൂസ് പോളിസി പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു വലിയ കൺവെൻഷണൽ സൈന്യത്തിന് എതിരെ ഞങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് നേരെ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് യുദ്ധത്തിനായി വരാം. പക്ഷേ അതിൽ ചെറിയൊരു കാര്യം കൂടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ അവരുടെ മുഴുവൻ കൺട്രിയെയും നഷ്ടപ്പെടുത്താൻ പോകുന്നു. ഏത് രീതിയിലും ഇന്ത്യൻ ഇൻകമിംഗ് ഫോഴ്സസിനെ അവരെ കൊണ്ട് തടയാൻ കഴിയില്ല, ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും അവരുടെ അണുവായുധങ്ങൾ ഉപയോഗിക്കുക. ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരുപാട് പേർ, ഇന്ത്യൻ മാധ്യമങ്ങൾ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ന്യൂക്ലിയർ വാറിൽ ചെന്ന് മാത്രമേ അവസാനിക്കുകയുള്ളൂ, പാകിസ്ഥാൻ നേരെ നമ്മൾ ഇങ്ങനെയുള്ള നടപടികളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ അറിയാം, നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം ആദ്യമേ തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നേരെ ഇന്ത്യ അണുവായുധം ഉപയോഗിക്കുമെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. അപ്പോൾ വെറുതെയൊന്നും അവർ അണുവായുധം എടുത്ത് ഇന്ത്യക്കെതിരെ അങ്ങനെ ഉപയോഗിക്കില്ല. അതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ മൊത്തത്തിൽ പാകിസ്ഥാനിലേക്ക് ഒരു യുദ്ധം തൊടുത്തുവിടുകയും ആ യുദ്ധത്തിൽ പാകിസ്ഥാൻസിനെ കൊണ്ട് അവരുടെ സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ ഒരു പരിധി. അങ്ങനെയുള്ളൊരു സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള അണുവായുധം എന്ന ചിന്തയിലേക്ക് പോവുകയുള്ളൂ. ഓരോ തവണ ഇതുപോലുള്ള സംഘർഷങ്ങൾ വരുമ്പോഴും ഇന്ത്യ പാകിസ്ഥാന്റെ ചില ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഇതിനകം നിരവധി തവണ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിന് പോയിട്ടുണ്ട്. ഓരോ തവണയും പാകിസ്ഥാന്റെ ഒരു ചെറിയ പ്രദേശം നമ്മൾ പിടിച്ചു വയ്ക്കുകയും പിന്നീട് ചർച്ചയിലൂടെയൊക്കെ ആ പ്രദേശങ്ങൾ തിരികെ നൽകും. എന്നാൽ ഈ ചെറിയ പ്രദേശങ്ങളല്ലാതെ വലിയ തോതിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ പ്രവേശിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്കെതിരെ അണുവായുധങ്ങൾ അവർ പ്രയോഗിക്കുകയുള്ളൂ. അതൊഴികെ വെറുതെയൊന്നും അണുവായുധങ്ങൾ അവർ അങ്ങനെ ഉപയോഗിക്കണം എന്ന ഒരു ആവശ്യം പാകിസ്ഥാന്റെ പോളിസിയിലില്ല. അങ്ങനെ അവർ ഉപയോഗിച്ചാലും ഇന്ത്യ ചെയ്യുന്ന റിട്ടാലിയേഷൻ എന്നത് അവരെ കൊണ്ട് സഹിക്കാനേ കഴിയാത്തതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ന്യൂക്ലിയർ വാർ അത്ര പെട്ടെന്ന് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ വരില്ല എന്ന് പറയാൻ കാരണം. ഇപ്പോൾ അടുത്തിടെ ലഭ്യമായ ഈ ഒരു വീഡിയോ വിശകലനം ചെയ്യാം. ഈ വീഡിയോയിലൂടെ നമുക്ക് ഒരു കാര്യം അറിയാൻ സാധിക്കും. അതായത് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന ഇന്റർസെപ്റ്റർ 48N6DM/40N6 ഇതാണ്. ഇത് ഏത് തരം മിസൈലാണെന്ന് ചോദിച്ചാൽ S-400 നിന്നും വിക്ഷേപിക്കുന്ന ഒരു ഇന്റർസെപ്റ്റർ ആണ്. ഇപ്പോൾ ഈ ഇന്റർസെപ്റ്റർ ചെയ്തത് ഒരു പക്ഷേ ഈ മിസൈലിന്റെ ടെർമിനൽ ഫേസിൽ വെച്ച് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം.
ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഫ്രാഗ്മെന്റേഷൻസ് എല്ലാം ബേൺ ആവുകയും താഴെ വീഴുന്നതാണ് CCTV ഫുട്ടേജസിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേൽ കൂടാതെ അമേരിക്കയ്ക്ക് ശേഷം വാർ ടൈം സിനാരിയോയിൽ പുറത്തു വച്ച് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം നമ്മൾ മാത്രമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും ഉക്രൈനിയൻസ് ഒരു തവണ പോലും റഷ്യൻസിന്റെ ന്യൂക്ലിയർ ക്യാപ്പബിൾ അല്ലെങ്കിൽ റഷ്യയുടെ കൺവെൻഷണൽ ബാലിസ്റ്റിക് മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം റഷ്യക്കാർ ഓഷനിക് ഉപയോഗിച്ചപ്പോൾ പോലും ഉക്രൈനെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയി. അതല്ലാതെ അവർ ഉപയോഗിക്കുന്നതെല്ലാം ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. മീഡിയം റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ 2000 കിലോമീറ്ററിലും അധികം ഉണ്ടാകും. 2000 കിലോമീറ്ററും കഴിഞ്ഞു പോകുന്ന ബാലിസ്റ്റിക് മിസൈൽസിനെ ട്രാക്ക് ചെയ്യുക, ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇറാനും ഹൂത്തികളും ഒക്കെ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈൽസും മീഡിയം റേഞ്ച് മിസൈൽസും ഒക്കെ ബാലിസ്റ്റിക് മിസൈൽസ് മീഡിയം റേഞ്ച് മിസൈൽസ്, അതായത് 2000-2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളെ ഇസ്രായേൽ പലതവണയും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് മിസൈലുകളെ പലതവണ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെയും വന്നിട്ടുണ്ട്. എന്നാൽ ഒരു മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്തു, അതും മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശേഷം ഇപ്പോൾ ആ ഒരു പട്ടികയിലേക്ക് ഇന്ത്യയെ നമ്മളും ചേർന്നിരിക്കുകയാണ്. ഇത് മാത്രമാണെന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ പ്രധാനപ്പെട്ട, പലരും സംസാരിക്കാതെ വിട്ടുപോയ ഒരു കാര്യം, നൂർഖാൻ രാവൽപിണ്ടിയിലുള്ള പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമതാവളം. ഈ എയർബേസിലാണ് പാകിസ്ഥാൻസ് അവിടെ പ്രധാനപ്പെട്ട അസറ്റ്സ് എല്ലാം നിർത്തിവെച്ചിരിക്കുന്നത്. അവരുടെ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില ന്യൂക്ലിയർ വാർഹെഡ്സ് ഈ പ്രത്യേക ഷാഹി മിസൈൽസ്, ഇവയെല്ലാം ഈ ബേസിലാണ് നിർത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെ എയർബേസിൽ നിർത്തിവെച്ചിരുന്ന WS-21-200 TEL എന്ന ഒരു ട്രാൻസ്പോർട്ട് ട്രക്ക്, ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞു. ഈ ഒരു ട്രക്കായിരുന്നു ഈ മിസൈലിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ലോഞ്ച് ചെയ്തത്. ഈ ലോറിയുടെ കത്തി നശിച്ച ഒരു ഭാഗം സാറ്റലൈറ്റ് ഇമേജ് വഴി ലഭിച്ചിട്ടുണ്ട്. അതിൽ ആ ട്രക്കിന്റെ ഒരു ഭാഗം കത്തി നശിച്ചത് വ്യക്തമായി കാണാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഷാഹി മിസൈൽസിനെ പ്രീഎംപ്റ്റീവ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതായത് പാകിസ്ഥാൻസ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ മിസൈലിന്റെ ലൊക്കേഷനിലേക്ക് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽസ് പോയിട്ടുണ്ട്. ഇതിലൂടെയെല്ലാം നമ്മൾ ഈ ലോകത്തിനായാലും പാകിസ്ഥാനായാലും പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പാകിസ്ഥാൻസിന്റെ ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽസായ ഷഹീം പോലുള്ള ഒരു ഹൈടെക് ബാലിസ്റ്റിക് മിസൈൽസിനെ ഇന്ത്യയെ ഞങ്ങളെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ന്യൂക്ലിയർ മിസൈൽ ഫെസിലിറ്റീസായ നൂർഖാൻ എയർബേസ് പോലുള്ള സ്ഥലങ്ങളെയും ഞങ്ങളെ കൊണ്ട് മിസൈലിലൂടെ എല്ലാം ആക്രമിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ തലത്തിലുള്ള ആക്രമണങ്ങളെല്ലാം പാകിസ്ഥാൻസിന് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു ക്രിമിനലോ രക്ഷപ്പെട്ട് ഓടുകയാണെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനായി പോലീസോ പട്ടാളമോ അവർക്ക് അടുത്തായി വെടിവെക്കും. അതുപോലൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇന്ത്യയെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ ഒരു പോരാട്ടത്തിൽ 100 കണക്കിന് ബ്രഹ്മോസ് മിസൈലുകൾ നൂർഖാൻ എയർബേസിലേക്ക് പോകും. 100 കണക്കിന്, 1-2 പോലും അവരെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 100 കണക്കിന് പോവുകയാണെങ്കിൽ മൊത്തം ബേസിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചില സെക്കൻഡിൽ തന്നെ ശൂന്യമാക്കാൻ സാധിക്കും. ഒപ്പം രാവൽപിണ്ടി എന്നത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അപ്പോൾ നൂർഖാൻ വ്യോമതാവളത്തിൽ തന്നെ പാകിസ്ഥാനെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം. HQ-9 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൊണ്ട് നൂർഖാൻ വ്യോമതാവളത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതും ചില ബ്രഹ്മോസിന്റെ പക്കൽ നിന്ന് മാത്രം. അപ്പോൾ 100 കണക്കിന് ബ്രഹ്മോസും സ്വാൻഡ്രോൺസും നമ്മൾ അയക്കുകയാണെങ്കിൽ പാകിസ്ഥാൻസിനെ കൊണ്ട് രക്ഷപ്പെടാനേ കഴിയില്ല. ഈ ഒരു ക്യാപ്പബിലിറ്റി ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻസിന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇതിനുശേഷം ഇന്ത്യക്കെതിരെ ഒരു ഏറ്റവും വലിയൊരു ഭീകരാക്രമണം അവർ ആസൂത്രണം ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു തവണ ചിന്തിക്കേണ്ടി വരില്ല, പല തവണ അതവർക്ക് ചിന്തിക്കേണ്ടി വരും. പാകിസ്ഥാന്റെ ഒരു ന്യൂക്ലിയർ ത്രെഡ് ഉണ്ട്, ഇന്ത്യക്ക് നേരെ ഞങ്ങൾ ബോംബുകൾ വർഷിക്കുമെന്നൊക്കെ പറയുന്നത് ഇതിനുശേഷം നിലച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യക്ക് ഇതൊരു വ്യക്തമായ വിജയമാണ്. അവരുടെ ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽസിനെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. കൂടാതെ അവരുടെ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റീസിനെ, അവരുടെ ന്യൂക്ലിയർ മിസൈൽസിനെ എവിടെയാണ് നിർത്തിവെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ നമ്മൾ മിസൈലുകൾ അയച്ച് നശിപ്പിക്കുന്നു. അത് അവരെ കൊണ്ട് തടയാൻ പോലും സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ പോലുള്ള അണുവായുധങ്ങൾ വെച്ച് ഭിക്ഷയാചിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ന്യൂക്ലിയർ വാറിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇന്ത്യ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തു എന്ന് പറയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള തുടർ അപ്ഡേറ്റ്സ് അറിയാനായി തീർച്ചയായും വോയിസ് ഓഫ് വെക്കുന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.